ഇരിക്കുമോ? ഫാർമസിയിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ പ്രിയ മോൾ അല്പം മുമ്പ് വിളിച്ചിരുന്നു. ശിവയാണ് DK കുത്തിയെന്നുള്ള കാര്യം നാട് മുഴുക്കെ അറിഞ്ഞു. നാട്ടുകാരുടെ ചോദ്യം കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലെന്ന് അവൾ പറഞ്ഞു. മോനെ, ഞാൻ പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. ശിവയെ കുറച്ചുകൂടെ നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും. അച്ഛൻ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? മോളെ, ഞാൻ അല്ല, എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ശിവയല്ല. അവനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. അച്ഛാ, ആ കറണ്ട് പോയ സമയത്ത് ഷെഫിന്റെ വേഷം ധരിച്ച ഒരാളാണ് അത് ചെയ്തത്. അങ്ങനെ ഒരാളെയും സഹായിയെയും ആ വീട്ടിൽ വെച്ച് കണ്ട ദൃക്സാക്ഷിയും ഉണ്ട്. സത്യമാണോ മോളെ ഇതൊക്കെ? സത്യങ്ങളെ, അതുമാത്രമല്ല, ആ ഇരുട്ടിൽ എന്നെ കുത്തിയിട്ട് കൈ വലിച്ചെടുത്തപ്പോ മരണവെപ്രാണത്തിൽ ഞാൻ അവന്റെ കൈ കയറി പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ശിവയുടെ കൈ ആയിരുന്നില്ല. ഇതിന് പിന്നിൽ ആരുടെയോ ഗൂഢാലോചന ഉണ്ടച്ചാ. ഹലോ ചിത്ര. ജ്യോതി, ഞാൻ നിന്റെ വാട്സാപ്പിലേക്ക് ചില ഫോട്ടോസ് അയച്ചിട്ടുണ്ടെന്ന് നോക്കി. ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ദേ, ഇതൊന്ന് നോക്കിയേ. ഈ ഫോട്ടോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. ആളിനെ വ്യക്തമായിട്ട് അറിയാൻ വയ്യ. വേറെ ഏതെങ്കിലും ഫോട്ടോ ആരുടെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചിത്രയോട് നോക്കാൻ പറയും. ഞാൻ പറയാം. ഹലോ ഹലോ ചിത്ര, ഹലോ, കേക്കുന്നില്ലേ? റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഹലോ, കേക്കുന്നുണ്ടോ? മോനെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അങ്കിള് പറയൂ. അന്ന് അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? അതോ ഇതുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ മോനെ? പറഞ്ഞ സംശയം എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അന്ന് ലക്ഷ്യം വെച്ചത് അനിയനെയായിരുന്നു അതോ മോനെ തന്നെയായിരുന്നു? എനിക്കിപ്പോ അതല്ല സംശയം. പുറത്തു നിന്നൊരാൾ അമരാവതിക്കകത്ത് കയറി ഇതുപോലൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് അകത്തുനിന്ന് ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റൂ ഹിറ്റ്ലറെ? ഒന്നുകിൽ അകത്തു നിന്നൊരാൾ, അല്ലെങ്കിൽ ആ വീടിന്റെ അകവും പുറവും നല്ലതുപോലെ അറിയാവുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ ഇല്ലാതെ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞതില് ചില കാര്യങ്ങളില്ലാതില്ല. പക്ഷേ തെളിവുകളില്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. ആദ്യം കൃത്യമായ തെളിവ് കിട്ടട്ടെ. അതിനുശേഷം മതി അകത്തുള്ളവരെയും പുറത്തുള്ളവരെയും സംശയിക്കുന്നത്. ചിത്രയുടെ കയ്യിൽ ഈ ഫോട്ടോയേ ഉള്ളൂ. വേറെ ഫോട്ടോ കിട്ടാൻ പറ്റുമെന്ന് അവള് നോക്കുന്നുണ്ട്. ഇവള് പറഞ്ഞതിൽ ന്യായമുണ്ട്. അത്രയ്ക്ക് ധൈര്യത്തോടെ എന്നെ കൊല്ലാൻ അമരാവതിക്കകത്ത് വരണമെങ്കിൽ
അതിനൊരു സഹായി തീർച്ചയായിട്ടും ഉണ്ടാവണം. ശിവയെ പ്രതിയാക്കിയതുകൊണ്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? ഇത് ചെയ്തോ? എന്റെ കണ്ണ സ്വാമി. നമസ്തേ. ഇരിക്കു സ്വാമി. ക്ഷമിക്കണം സ്വാമി. എന്തിനാ? അതിന് നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സ്വാമി പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഏകം സത് വിപ്ര ബഹുദ വദന്തി എന്ന് കേട്ടിട്ടില്ലേ? എല്ലാം ഒന്നാണ് കുഞ്ഞെ. നമ്മൾ അതിനെ പല വിധത്തിൽ കാണുന്നു എന്നുള്ളൂ. സൂക്ഷിക്കണമെന്ന് സ്വാമി പറഞ്ഞതൊന്നും ഇവൻ കേട്ടില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ പറ്റൂ. ചിലത് കൂടി പറയണമെന്ന് തോന്നി, അതാ വന്നത്. കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ മരിക്കാൻ കാരണക്കാരായ ശത്രുക്കളും ഈ ജന്മത്തിൽ പുനർജനിച്ചിട്ടുണ്ട്. പല രൂപത്തിൽ അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബന്ധുക്കളായും സുഹൃത്തുക്കളായും ഒക്കെ വന്നാലും ഒടുവിൽ അവർ ശത്രുക്കളായി തന്നെ വന്നു ചേരും. ഇതിന് ഒരു പരിഹാരമില്ലേ സ്വാമി? എല്ലാത്തിനുമുള്ള പരിഹാരങ്ങളും ഈശ്വരൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ആ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും വേർപിരിയാൻ പാടില്ല. കഴിഞ്ഞ ജന്മത്തിന് ഈ ജന്മത്തിലേക്ക് നിങ്ങൾ പുനർജനിച്ചത് സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ്. പരസ്പരം ഒന്നു ചേർന്ന് നിന്നാൽ മാത്രമേ ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയൂ. പരമേശ്വരന്റെ ശക്തിയും ദൗർബല്യവും പാർവതിയായിരുന്നു. ഇവിടെ നിന്റെ ശക്തിയും രക്ഷയും ദാ ഇവളാണ്. അമ്മേ ദേവി, കൃഷ്ണ ഗുരുവായൂരപ്പ. ദാ ആ കൂടെ തന്നെ വേണം എപ്പോഴും. ശരി സ്വാമി. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി സ്വാമി. പറഞ്ഞത് കേട്ടല്ലോ അല്ലേ?